ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. പട്ടാമ്പി വാടാനാംകുറിശി കൊളപ്പുള്ളി റോഡിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് വാടാനാംകുറിശി റെയിൽവേ ഗേറ്റ്. ഇതിനൊക്കെ പരിഹാരമായിട്ട് പുതിയ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലാണ്. പട്ടാമ്പി വാടാനാംകുറിശി കൊളപ്പുള്ളി റോഡിൻ്റെ കോൺട്രാക്ടർ ജാസ്മിൻ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ വാടാനാംകുറിശി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ്റെ വർക്ക് SPL ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 570 മീറ്റർ നീളവും 7.5 മീറ്റർ വീതിയുമാണ് വാടാനാംകുറിശി റെയിൽവേ മേൽപ്പാലത്തിനുള്ളത്. ഈ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണത്തിൽ ഒരു വ്യത്യാസമുണ്ട്. പൈലും പൈൽ ക്യാപ്പും കോൺക്രീറ്റ് ആണെങ്കിൽ പീർ ക്യാപ്പും സ്റ്റീലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നത് സ്റ്റീൽ ഗേർഡറുമാണ്. പാലത്തിൻ്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് നടപ്പാതെ ഉണ്ട്. മറുഭാഗത്ത് ജനങ്ങൾക്ക് റെയിൽവേ ട്രാക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കയറാനും ഇറങ്ങാനും സ്റ്റെപ്പുകളുണ്ട്. പുതിയതായിട്ട് നിർമ്മിച്ച പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് വർക്ക് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 13 തൂണുകളാണ് വാടാനാംകുറിശി റെയിൽവേ മേൽപ്പാലത്തിനുള്ളത്. പാലത്തിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ വാടാനാംകുറിശി റെയിൽവേ ഗേറ്റ് പിന്നെ ഓർമ്മകളിലേക്ക് മറയുകയാണ്. അതുപോലെ തന്നെ ഗതാഗതക്കുരുക്കില്ലാതെ നമുക്കിനി ഷൊർണൂരിൽ നിന്നും പെരിന്തൽമണ്ണയ്ക്കും അതുപോലെ തന്നെ പൊന്നാനി ഭാഗത്തേക്ക് മലപ്പുറം ഭാഗത്തേക്കൊക്കെ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.